ഒറ്റ പോക്ക് അതിൻ്റെ ഇടയിൽ എങ്ങോട്ടാ മൂടി പോയി എന്നൊരു ഐഡിയ ഇല്ല. ലെൻസൊക്കെ വെച്ചൊന്ന് പരതണം. സിമ്പിളാണ്. നമ്മൾ ഐഫോണിൻ്റെ കവറൊക്കെ പൊളിക്കുന്ന പോലെ ഇങ്ങനെ പൊളിച്ചെടുക്കും. ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഈ ഒരു ടൂൾ കിറ്റ് ഉള്ളതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ്. കാര്യം എന്ന് വെച്ചാൽ നല്ല എളുപ്പമാണ്. ഇതൊക്കെ കാണാം. അപ്പോൾ എന്തായാലും വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ ഏട്ടാ ഓ ഗൈസ്, അങ്ങനെ നമ്മൾ വണ്ടി കഴുകി നമ്മുടെ ബാറ്ററി സെറ്റ് ചെയ്ത് എല്ലാം സെറ്റപ്പ് ആക്കി. സത്യം പറയാറോ മടുത്ത് കേട്ടോ. ഒരു വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറയുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോയിട്ട് വരുന്ന വഴി ആ പഴയൊരു ബാറ്ററി ഇട്ടിട്ടാണ് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ബാറ്ററി നോക്കുമ്പോൾ ഫുള്ള് ഹീറ്റായി എന്തൊക്കെയോ ആയിട്ട് വണ്ടി നോക്കുമ്പോൾ പെട്ടെന്ന് ഓഫായിട്ട് പിന്നെ ഓണാവാത്ത അവസ്ഥ. ഇനി നമ്മൾ പൈസ എടുക്കുക നോക്കിയിട്ടൊന്നും വയ്യ. നേരം വെളുത്താട് പോയിട്ട് പുതിയൊരു ബാറ്ററി ഒക്കെ വാങ്ങി വണ്ടി സെറ്റാക്കിയിട്ട് അങ്ങ് ഇതാക്കാൻ പോവുകയാണ്. പുതിയൊരു ബാറ്ററി 5000 രൂപ എന്തോ ആവും. നമ്മൾ 10-2000 രൂപ പഴയത് മേടിച്ച് സംഭവം പണിയായി. ഇന്ന് ശരിക്കും വഴി പെട്ടപ്പോഴാണ് കാര്യം മനസ്സിലായി. നമുക്ക് ചെറിയ പൈസ ലാഭിക്കാൻ പോയാൽ വലിയ സ്ഥലത്ത് നമ്മൾ പെടും. അപ്പോൾ രാവിലെ ആട്ടെ. അപ്പോൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് വെച്ചേക്കെ. രാത്രി തന്നെ ഉറങ്ങട്ടെ. സോ ഗായ്സ്, അങ്ങനെ പാതിരാത്രി ആയെങ്കിലും നമ്മൾ നേരെ ബാറ്ററി വാങ്ങിയിട്ട് വന്നു. ഒന്നും നോക്കിയില്ല. പുതിയ ആമറോണിൻ്റെ ബാറ്ററി തന്നെ വാങ്ങിയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ഇയോണിന് കുറച്ച് പവർ കൂടിയ ബാറ്ററി തന്നെ വേണം. സോ ഇത്രയും കാലം ചെറിയതിട്ടിട്ട് വണ്ടിക്കെല്ലാം പണിയാവുന്നുണ്ട്. കുറേ പൈസ പോയി. ഒന്നും നോക്കിയില്ല. ആദ്യം പുതിയത് വാങ്ങിയാൽ മതിയായിരുന്നു. അതെന്തായാലും നമുക്ക് നേരെ വീട്ടിലെത്തിയിട്ട് സെറ്റ് ആക്കിയിട്ട് നാളെ ആയിട്ട്. കാരണം വെച്ചാൽ ഒരുപാട് പൈസ പോയി. പക്ഷേ ഈ പഴയ ബാറ്ററി വാങ്ങുന്നതിനനുസരിച്ച് പണി കൂടുതലുള്ളൂ. അതാണ് രണ്ടും കൽപ്പിച്ച് എനിക്ക് പെരാന്ത് പിടിച്ചിട്ടാണ് ഈ ബാറ്ററി വാങ്ങിയത്. അതുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോകാം. സോ ഗായ്സ്, അങ്ങനെ ഇന്നലെ നമ്മൾ എത്തിയപ്പോഴത്തേക്ക് രാത്രിയായി. അപ്പോൾ നേരെ നമ്മൾ ഡ്യൂക്കിനെ നോക്കി എണീറ്റ് വന്നിട്ടുണ്ട്. വൈകുന്നേരമായി. വണ്ടി അവിടെ ഉണ്ട്. വണ്ടി ഒന്ന് വാഷ് ചെയ്യണം, അല്ലെങ്കിൽ വാട്ടർ സർവീസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. കാരണം വെച്ചാൽ അവിടെ നിന്ന് ഇറക്കിയിട്ട് കുറച്ച് അലമ്പായിട്ടുണ്ട്. സോ ഇന്ന് കുറച്ച് സമാധാനമുണ്ട്. കാര്യം ബാറ്ററി ഇതുവരെ പിടിപ്പിച്ചിട്ടില്ല, അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഇതും കൊണ്ട് ഏകദേശം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുമാനിച്ചു. ബാറ്ററി പോകുന്നതിനനുസരിച്ച് വണ്ടിക്ക് കുറേ പണി വരുന്നുണ്ട്. പൈസ ലാഭിക്കാൻ പോയിട്ട് നോക്കിയതാ. അപ്പോൾ ബാറ്ററി വെച്ചതും കളിക്കണ്ട. അപ്പോൾ എന്തായാലും നമ്മുടെ ബാറ്ററി ഇതാണ്. നല്ല പുത്ത സാധനം, ജംബോ സാധനം. കൊള്ളാവല്ലോ. ഓ പൊളിക്കട്ടെ. ഇത് പൊളിക്കാൻ തന്നെ നല്ല പാടുണ്ട് കേട്ടോ. പൊളിക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ഐഫോണിൻ്റെ കവറൊക്കെ പൊളിക്കുന്ന പോലെ ഇങ്ങനെ പൊളിച്ചെടുക്കുക. അങ്ങനെ ഒന്നും നോക്കിയില്ല മക്കളെ. പുതിയ ബാറ്ററി അല്ലെങ്കിൽ 2 ദിവസം നമ്മൾ കവറൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കാമെന്ന് അറിയാമല്ലോ. എന്തായാലും നമുക്കിത് എടുത്തുകൊണ്ട് പോകാം. ഇതൊന്നും തുറക്കപോലെ ചെയ്യരുത്. വണ്ടി എപ്പോഴും നമ്മുടെ കയ്യിൽ ഈ ഒരു ടൂൾ കിറ്റ് ഉള്ളതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ്. കാര്യം എന്ന് വെച്ചാൽ എന്ത് ടൂൾസും ഉണ്ട്. വെറും 350 രൂപയാണ് എനിക്ക് കിട്ടിയതാണ്. ഇതുള്ളതുകൊണ്ട് ഭയങ്കര ഉപകാരം. നമുക്കിത് എന്ത് സെറ്റ് ചെയ്യാനാണെങ്കിൽ നല്ല എളുപ്പമാണ്. ഇതെൻ്റെ മസിൽ പവർ കൊണ്ട് ഒരു ദിവസം ടെർമിനൽ പൊട്ടിപ്പോയി. ഇത് നല്ലൊരു ടെർമിനൽ വാങ്ങണം. ഇവിടെയും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. കുറച്ച് ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് സ്കീം. നമ്മുടെ പുതിയ ബാറ്ററി കൂട്ടിൻ്റെ അവസ്ഥ എന്താ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് കാണാം. അപ്പോൾ എന്തായാലും വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ നോട്ടിഫിക്കേഷൻ ഓണാക്കാൻ മറക്കല്ലേ. പുതിയൊരു ബാറ്ററി കർത്താവേ. പിന്നെ ഓർഡർ തന്നെ ഇപ്പോൾ സെറ്റ് ചെയ്യാം. ഏട്ടാ ഓഫ്, ആ ഒരു ഡും എന്നുള്ളൊരു എടുക്കൽ കണ്ടപ്പോൾ തന്നെ ആശ്വാസം. പിന്നെ സെറ്റാണ്. സോ ഇനി ഒന്നും ചോദിക്കില്ല. എനിക്ക് ശരിക്കും സ്ട്രൈക്കായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ 1-2 മെസ്സേജ് ഞാൻ അടുപ്പിച്ച് കണ്ട്. ബ്രോ ബ്ലൂബിക്ക് എന്താ പറ്റിയേ ബ്രോ, ഇപ്പോൾ വീഡിയോ അങ്ങനെ കാണുന്നില്ലല്ലോ. എന്നിട്ട് 2-3 കമൻറ്റ് ഞാൻ കണ്ട്. കാര്യം ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് നമ്മുടെ വണ്ടീൻ്റെ അപ്ഡേറ്റ് ഫോളോ ചെയ്തിരിപ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. സോ അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഇനി നമ്മുടെ വണ്ടി പവറായിട്ട് എപ്പോൾ ഉണ്ടാകും. അങ്ങനെ പുതിയ ബാറ്ററി തന്നെ കയറ്റി പവർ വരട്ടെ. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സ്, ലൈറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് ബാറ്ററി ഇങ്ങനെ ലോക്കൽ വെച്ചാൽ പണി കിട്ടുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. പുതിയൊരു കൂളൻ്റ് കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിയായിരുന്നു നമ്മുടെ ഡ്യൂക്കിനും കാറിനൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. അതിന് കൂളൻ്റിൻ്റെ ഈ ഒരു സാധനം തിരിച്ച് തുറന്നപ്പോൾ കൂളൻ്റിൻ്റെ പൂടിയിട്ട് ഉള്ളിലോട്ട് പോയി. സുഹൃത്തുക്കളെ, അതിന് എവിടെന്നെങ്കിലും കണ്ടുപിടിക്കണം. അടിപൊളി. എന്തായാലും കൂളൻ്റ് ഇല്ലെന്നാണ്, അങ്ങനെ അറിയില്ല, ലെവൽ കറക്റ്റ് കാണുന്നില്ല. കുറച്ച് ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ മൂടി പോയി. എന്നിട്ട് നമുക്ക് മൂടി പരിധി വെക്കാം ആദ്യം. എന്തായാലും നിഗമനം ശരിയാണെങ്കിൽ ഇതിൽ ഒരു തുള്ളി ഇല്ലായിരുന്നു കേട്ടോ. ഇതിൻ്റെ അളവ് എനിക്ക് കറക്റ്റ് അറിയില്ല, എന്നാലും നമുക്ക് ഇച്ചിരി ഒഴിക്കാം. പിന്നെ നമ്മൾ കുടിയൊന്നും അല്ലാത്തതുകൊണ്ട് വേറെയിലൊന്നും ഇല്ല. ഇപ്പോൾ പുറത്തോട്ട് പോകുന്നില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ ഒട്ടും ഇല്ലേ. കൊള്ളാം. ഇതും 150 രൂപയ്ക്ക് മേടിച്ചാണ്. ഇതും നമ്മുടെ മറ്റേ ടൂൾ കിറ്റിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഉറപ്പായിട്ടൊന്ന് പർച്ചേസ് ചെയ്തോ. ഞാൻ പറയാമല്ലോ മക്കളെ, ആ ക്യാപ്പിൻ്റെ ഇടയിൽ പോയിട്ട് എങ്ങോട്ട് പോയി എന്നറിയില്ല കേട്ടാ. ആ ക്യാപ്പ് എങ്ങോട്ട് പോയി എന്നൊരു ഐഡിയ ഇല്ല. കുറച്ച് റിവേഴ്സ് എടുത്ത് വെച്ചിട്ട് വീണ് ഇനി വല്ല എൻ്റെ ഇടയിലുണ്ടോയെന്നൊന്ന് പോയി നോക്കട്ടെ. സത്യം പറയാലോ, ഞാൻ എൻ്റെ ഒരു
കൃഷ്ണ കണ്ണ് വെച്ചിട്ട് ഒട്ടുമിക്ക സ്ഥലങ്ങളിലോട്ടൊക്കെ നോക്കി, നിലത്ത് വീണിട്ടില്ല. അപ്പോൾ വണ്ടിയിൽ ഓട്ടാ മോനെ ഒറ്റയ്ക്ക് മെക്കാനിക് ആവാൻ നോക്കിയത്. ആക്ച്വലി ഞാൻ ഇതിൽ കുറച്ച് വണ്ടി ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്ത് കാണിച്ചാൽ കുറച്ച് മാസങ്ങളായാലും എടുത്തിട്ട് ഫുള്ളൊന്ന് പുതിയ ബാറ്ററി വാങ്ങി വെച്ച്, അത് കഴിഞ്ഞിട്ട് ഒട്ടും നോക്കില്ല 5000 കൊടുത്ത് തന്നെ പുതിയ ബാറ്ററി വാങ്ങി. 2000 കൊടുത്ത് കുറേ പണി കിട്ടിയിട്ടല്ലാതെ പുതിയ ബാറ്ററി അങ്ങ് വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു കൂളൻ്റ് ഞാൻ വാങ്ങിയിട്ട് ഒറ്റയ്ക്ക് കൂളൻ്റ് വയ്ക്കാൻ ഒരു കൂളൻ്റൊക്കെ സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ മൂടി തെറിച്ചിട്ടും ഒറ്റ പോക്ക്. അതിൻ്റെ ഇടയിൽ എങ്ങോട്ടാ മൂടി പോയി എന്നൊരു ഐഡിയ ഇല്ല. ലെൻസൊക്കെ വെച്ചൊന്ന് പരതണം. പിന്നെ എക്സോസ്റ്റൊക്കെ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് കുറേ ആയി. നോക്കട്ടെ. ചക്കാന്ന് പറയുമ്പോൾ മാങ്ങാന്ന് പറയുന്നത് ഞാൻ മെയിൻ തന്നെ. അമ്മേ അരി തന്നെ, അതിനൊരു സംസാരമില്ലേ. എന്നാ സംസാരം? പക്ഷെ നമ്മുടെ സാധനം എവിടെ? അതാണ് ഇനിത്തെ ചോദ്യം. പിന്നെ വണ്ടി ഒന്ന് കഴുകണം നമുക്ക്. കുറച്ച് എന്തായാലും അങ്ങോട്ട് വെക്കാം. അയ്യോ പിന്നെ ഇരിക്കട്ടെ. വേറെ വണ്ടി ഡാഡിയൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സ്ഥലം വേണമല്ലോ. പക്ഷെ എന്നാൽ എങ്ങോട്ട് പോയി എന്നൊരു പിടുത്തമില്ല കേട്ടാ. അല്ല നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഫുൾ സെറ്റാക്കി വെള്ളമൊക്കെ ഒഴിച്ച് കളറാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ള വെച്ചാൽ ഒരുപാട് പേര് മോസ്റ്റ് വാണ്ടഡ് എന്ന് പറയുന്ന വലിയൊരു സ്റ്റിക്കർ അങ്ങ് പറിച്ച് കളയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്തായാലും നോക്കിയിട്ട് വേണമെങ്കിൽ പറിച്ച് കളയാം. ചിലവരത് പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് വായിക്കാൻ പോലും പറ്റുന്നില്ല. ചെറിയ അടിയിലുള്ള ക്യൂട്ട് ബ്ലൂബി മാത്രം മതി, അത്രയും വലിയ പേര് വേണ്ടെന്നാണ് പറയുന്നത്. സോ അപ്പോൾ അത് പറിച്ച് കളയണോ വേണ്ടെന്ന് ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോ നോക്കിയിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യണം. അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്കാ കണ്ടീഷനാണ്. ഇതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ അടുത്ത പരിപാടി. അപ്പോൾ പറ്റുവാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഒന്ന് വാഷ് ചെയ്യാൻ നോക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് കൊടുത്തിട്ട് വാഷ് ചെയ്യണം. പിന്നെ എന്തായാലും ഈ ഒരു പരിപാടി നമുക്ക് നടത്താം. അങ്ങനെ നമ്മുടെ വണ്ടി കഴുകുന്നതിൽ എനിക്ക് വെറും 1500 രൂപ മുടക്കുള്ളൂ. കാര്യം അൺലിമിറ്റഡ് ആയിട്ട് വണ്ടി വാഷ് ചെയ്യാൻ. ഈ ഒരു സാധനം മേടിച്ചുകൊണ്ട് 1-2 വട്ടം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് അതിൻ്റെ കൂടെ ഉള്ളതാണ്. ഇതിലിപ്പോൾ ഞാൻ സോപ്പ് കലക്കിയിട്ടുണ്ട്. അതിൻ്റെ അതിൽ കുറച്ച് വെള്ളം നിറച്ച് കൊടുക്കുക, സോപ്പ് ഇങ്ങനെ പതപ്പിക്കുക, മനസ്സിലായ? അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വാഷ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതിൽ പതയങ്ങ് സ്പ്രേ ചെയ്യിക്കാൻ പറ്റും. അടിപൊളി പരിപാടിയാണ്. ഇത് വെള്ളത്തിലോട്ട് ഇടുക. നൈസ് പരിപാടിയാണ്, മനസ്സിലായ? സിമ്പിൾ പരിപാടിയാണ്. ഇത് വെള്ളത്തിൽ എന്താ താഴാത്തെ? ഈ താണ് കൂടാ മുല്ലേ മുക്കിക്കൊല്ലും. താണ് കിടക്കേ. അപ്പോൾ അത് താണ് കിടന്നാൽ തന്നെ അയ്യോ ബോണറ്റ് കാത്തിയില്ല. നല്ല പവറിൽ തന്നെ നമുക്ക് സാധനം വാഷ് ചെയ്യാൻ പറ്റും. അത്ര അടിപൊളിയാണ്. പണ്ടൊക്കെ കുറേ വീഡിയോ കണ്ടപ്പോൾ ഇത് ഫേക്കാണോ അതെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 5-6 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഗൈസ്. വെറും 1500 രൂപയ്ക്കുള്ള അടിപൊളി സാധനം മേടിക്കാണ്ട് ഞാൻ ടാഗ് ചെയ്ത് വെച്ച് ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്തു കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഇതിന് ലോഡായി വരട്ടെ. ലോഡാക്കണം. സെറ്റാണ്. ഒരു മിനിറ്റ്, ഞാൻ ആദ്യം ബോണറ്റ് അടച്ച് ഇതൊക്കെ വണ്ടി ഗ്ലാസ്സൊക്കെ കയറ്റട്ടെ. ലൈവായിട്ട് പോകുന്നുണ്ടേ. അപ്പോൾ ഇങ്ങനെ കഴുകാം. അടിപൊളി സാധനം. ഇത് ഉറപ്പായിട്ട് എല്ലാവരും വാങ്ങിക്കോണമെന്നേ ഞാൻ പറയുള്ളൂ. സാധനം ഉള്ളത് വെച്ച് അടിപൊളിയാണ്. ഒരു വണ്ടിയും കാറും ബൈക്കൊക്കെ ഉള്ളവർക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എപ്പോഴും വീട്ടിൽ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വാഷ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല പവർഫുള്ളാണ്. അപ്പോൾ ലിങ്ക് ഉറപ്പായിട്ട് ടാഗ് ചെയ്ത് വെച്ചേക്കാം. എത്ര അടിപൊളിയായിട്ട് നമുക്ക് ഫോമും കടലൊക്കെ കാണുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും. സെറ്റ്. ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടി കഴുകി നമ്മുടെ ബാറ്ററി സെറ്റ് ചെയ്ത് എല്ലാം സെറ്റപ്പാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് വളരെ ഉപകാരമായിരുന്നു കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് എന്തായാലും മേടിച്ച് പോകുക. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ സ്കേർട്ടിൻ്റെ ബാക്കി പെയിൻറ്റ് പരിപാടി സെറ്റ് ചെയ്യണം. സ്റ്റീരിയോ ഒന്ന് മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓണാക്കി. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ ഡെയിലി നമ്മളൊരു അപ്ഡേറ്റ് സ്റ്റോറിയൊക്കെ ഇടുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഫ്രീ വീഡിയോ സെർച്ച് ചെയ്തിട്ട് എല്ലാവരും ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ എന്തായാലും കാണാം. ബൈ ഗൈസ്. ഓക്കെ.